തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിൽ സ്കൂൾ ബസ് മറിഞ്ഞു. വട്ടപ്പാറ വേക്കൽ റോഡിലാണ് അപകടം. കിളിമാനൂർ പാപ്പാല വിദ്യാരാജ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത്. ഷീജ വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, കുട്ടികൾക്ക് എന്തെങ്കിലും അപകടമുണ്ടോ? അജിംഷാദ്, കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിലാണ് ഈ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. അതായത് സ്ഥലം കൃത്യമായി പറയുകയാണെങ്കിൽ വട്ടപ്പാറ വേക്കൽ റോഡിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കിളിമാനൂർ പാപ്പാല വിദ്യാരാജ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞിരിക്കുന്നത്. ഏകദേശം 20ഓളം കുട്ടികളാണ് സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കുട്ടികളെ തൊട്ടടുത്ത 2 ആശുപത്രികളിലേക്കായി മാറ്റിയിട്ടുണ്ട്. 12 കുട്ടികളെ ഒരു ആശുപത്രിയിലും 8 കുട്ടികളെ സമീപത്തുള്ള മറ്റൊരു ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല, പക്ഷേ പരിക്കുകൾ കുട്ടികൾക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത ഉണ്ടായിട്ടില്ല. ഏതായാലും വിദ്യാർത്ഥികൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ഈ സ്കൂളിൽ നിന്നും ലഭിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും, കാരണം ആ ദൃശ്യം നമുക്ക് കാണാം. ഷീജ നൽകിയ ദൃശ്യം, അതായത് സ്കൂൾ ബസ് മറിഞ്ഞ് പൊക്കത്തിൽ നിന്ന് മറിഞ്ഞ് ഏതോ മരത്തിൽ തടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ അതിനകത്ത് ഉലഞ്ഞേക്കാം. വലിയ രീതിയിലുള്ള പരിക്കായിരിക്കാം കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ടാകും. എത്ര കുട്ടികളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ഷീജ? ബസ്സിലുണ്ടായിരുന്നത് 22 കുട്ടികളാണ് എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. പക്ഷെ 20 കുട്ടികളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള സ്ഥിരീകരിച്ച വിവരമാണ് നമുക്ക് ആദ്യം ലഭിച്ചിരുന്നത്. ഇപ്പോൾ 22 കുട്ടികളുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ കുട്ടികളെ എല്ലാവരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലമേൽ വട്ടപ്പാറ മാറാൻകുഴിയിൽ അവിടെയാണ് ഈ അപകടം കൃത്യമായി പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത്. അതായത് കിളിമാനൂരിലുള്ള പാപ്പാല വിദ്യാജ്യോതി LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇവരെയാണ് ഇപ്പോൾ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നൽകാൻ കഴിയുക. തീർച്ചയായും കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാനാകുന്നത്, അല്ലേ? തീർച്ചയായും കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇറക്കത്തിലേക്ക് ബസ് നിയന്ത്രണം വിട്ട് ഒരുപക്ഷെ പോയതായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആടി ഉലഞ്ഞ് ഈ വാഹനം, ഈ സ്കൂൾ ബസ് ഈ ഒരു കുത്തിറക്കത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടായ അപകടമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും പരിക്കേൽക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ കുട്ടികളെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക്, കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ശരി, ഷിജയാണ് സമഗ്രമായ വിവരങ്ങൾ ദൃശ്യത്തോടൊപ്പം നൽകിയത്.